180-ലധികം രാജ്യങ്ങളിലായി 2 ബില്യണിലധികം ആളുകൾ ഉപയോഗിക്കുന്നതാണ് വാട്സാപ്പ്. ഈ വാട്സാപ്പിന് ഒരു ഇന്ത്യൻ ബദൽ വരുന്നു. അതായത് മെസ്സേജിങ്ങിന് ഇന്ത്യയുടെ പുതിയ ബദൽ നമ്മൾ അവതരിപ്പിക്കുകയാണ്. അരാട്ടെ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ചെന്നൈ ആസ്ഥാനമായ സോഹോ കോർപ്പറേഷനാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സുഹൃത്തുക്കളുമായിട്ട്, നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ട്, ഒപ്പം ജോലി ചെയ്യുന്ന ആളുകളുമായിട്ടൊക്കെ ചെറിയ ചെറിയ ചാറ്റിംഗ് നടത്താനായിട്ട്, മെസ്സേജുകൾ അയക്കാൻ, വീഡിയോ സന്ദേശം അയക്കാം, വോയിസ് കോൾ വിളിക്കാം, വീഡിയോ കോൾ വിളിക്കാം. എന്തിന്? വാട്സാപ്പിൻ്റെ രൂപവും ഭാവവും അതിൻ്റെ ടെക്നോളജിയും എല്ലാം ഏതാണ്ട് സമാനമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ സ്വദേശി പ്ലാറ്റ്ഫോമിലേക്ക് മാറണം പറയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ധർമ്മേന്ദ്ര പ്രധാനാണ്. അപ്പം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അങ്ങോട്ടേക്ക് മാറണം, നമ്മുടെ ജനങ്ങൾ സ്വദേശിവൽക്കരണത്തിൽ പൂർണ്ണമായിട്ടും ടെക്നോളജിയുടെ കാര്യത്തിൽ ഇൻവോൾവ് ആകണം എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കൃത്യമായി നടപ്പാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ സോഹോ എന്ന് പറയുന്ന ചെന്നൈ ആസ്ഥാനമായുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനി ഈ മൈക്രോസോഫ്റ്റിനും അതുപോലെ തന്നെ വിൻഡോസിനുമൊക്കെ ബദൽ സൃഷ്ടിക്കുന്നു എന്നതിനെ സംബന്ധിച്ച വാർത്ത നേരത്തെ തന്നെ ABC ന്യൂസ് നൽകിയിരുന്നു. ഇപ്പോൾ അതിന് വാട്സാപ്പിന് കൃത്യമായൊരു ബദൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വാട്സാപ്പ് എന്ന് പറയുന്നത് ഈ പൂർണ്ണമായും സായിപ്പിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് എന്ത് വെച്ചാൽ, അവർ പറയുന്ന ഡേറ്റ ഞങ്ങൾ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. ഇവിടെ ഈ അരാട്ടെ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇപ്പോൾ പ്ലേ സ്റ്റോറിലും മറ്റും പോയി ധാരാളമായിട്ട് ഇന്ത്യക്കാർ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ആളുകൾ ഉപയോഗിച്ച് തുടങ്ങിയതോടുകൂടി വലിയ ട്രാഫിക്കിംഗ് നേരിടുന്നുണ്ട്. അപ്പോൾ അതിനെ അതിജീവിക്കണമെങ്കിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന പരിമിതികളെയൊക്കെ നമുക്ക് മറികടക്കേണ്ടി വരും. അത്തരം പരിമിതികളെ മറികടക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഈ കാര്യത്തിൽ സോഹോയ്ക്ക് ചില പരാധീനതകൾ അല്ലെങ്കിൽ പരിമിതികളുണ്ട്. കാരണം സന്ദേശം അയക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ആർക്കാണോ ലഭിക്കുന്നത്, ആ റിസീവ് ചെയ്യുന്ന ആൾക്ക് മാത്രമേ ഇത് വായിക്കാൻ കഴിയാവുള്ളൂ. അതായത് സേവനദാതാവിന് പോലും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം സെൻസിറ്റീവായിട്ടുള്ള മെസ്സേജ് ആയിരിക്കാം, ബിസിനസ്സുമായി ബന്ധപ്പെട്ട മെസ്സേജുകളായിരിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ നിരീക്ഷണം, ഹാക്കർമാർ, അതുപോലെ അനധികൃതമായ ഇടപെടൽ, ഇതിനെയൊക്കെ വളരെ കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കണം. അക്കാര്യത്തിൽ ഇനിയും ഒരുപാട് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സോഹോ ഇത്തരമൊരു ഇനിഷ്യേറ്റീവുമായി വന്നതോടുകൂടി വിവിധ കമ്പനികളും ഇക്കാര്യത്തിൽ അവർക്ക് പിന്തുണയുമായിട്ട് എത്തുന്നുണ്ട്. നിലവിൽ 150 രാജ്യങ്ങളിൽ ഏതാണ്ട് 130 ദശലക്ഷം ആളുകൾക്കായിട്ട് 55-ലധികം ആപ്പുകളാണ് ഈ സോഹോ കോർപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നിലവിൽ 1996 ഇതിൻ്റെ ശ്രീധർ വെമ്പു അതുപോലെ ടോണി തോമസ് 2 പേർ ചേർന്നൊരു ഉദ്യമം ആരംഭിച്ചാണ്. ആദ്യഘട്ടത്തിൽ ഒരുപാട് പരാധീനതകളുണ്ട്. എന്നാൽ ഇന്ന് 40,000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് വളരുന്നുണ്ട്. നമുക്കറിയാം, റെയിൽവേ ഇപ്പോൾ പുതിയ റെയിൽ വൺ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കി. ശരിക്കും ഈ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് സോഹോയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രിയെ അശ്വിനി വൈഷ്ണവ് ലോകത്തോട് വിളിച്ചു പറയുന്നു. അതായത് മൈക്രോസോഫ്റ്റിൻ്റെ സഹായത്തോടെ ഉള്ള ആ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ അല്ല താൻ നടത്തിയത്. നരേന്ദ്രമോദിയുടെ സ്വദേശിവൽക്കരണം എന്ന ആശയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സോഹോ കോർപ്പറേഷൻ നൽകുന്ന ഈ പ്ലാറ്റ്ഫോമുകളെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിനെ അല്ലെ മൈക്രോസോഫ്റ്റിനെ വിൻഡോസിനെയൊക്കെ ഒറ്റയടിക്ക് മറികടക്കാനും മാത്രമുള്ള കപ്പാസിറ്റിയോ ഗുണമോ ഒന്നും ഇതിനുണ്ടായെന്ന് വരത്തില്ല. കാരണം ഒരുപാട് പേര് ഒന്നിച്ച് കയറുമ്പോൾ ഉണ്ടാകുന്ന ട്രാഫിക്ക്, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഒരുപാട് പേര് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ, ഇതൊക്കെ പഠിച്ച് പതിയെ ആ ടെക്നോളജി വളരുകയുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, UP എന്ന് പറയുന്ന ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് ആപ്പ് ലോകത്തിൽ എത്രത്തോളം സ്വീകാര്യമാണ്. ഇപ്പോൾ നമുക്കൊരു കരിക്ക് മേടിക്കാൻ ഒരു കടയിൽ ചെന്നാൽ, മീൻ വാങ്ങിക്കാൻ ചെന്നാൽ, അല്ലെങ്കിൽ ഒരു തട്ടുകടയിൽ ചെന്നാലൊക്കെ തന്നെ ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് നടത്താം. എന്നറിയാം, ജർമ്മനിയും ഫ്രാൻസും പോലെയുള്ള വൻകിട രാജ്യങ്ങൾക്ക് പോലും കഴിയാത്തത്ര വലിയൊരു ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനത്തിലേക്ക് നമ്മൾ മാറി. ഇന്ത്യയിൽ നിന്ന് ഇത് പഠിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ എത്രയോ രാജ്യങ്ങൾ ശ്രമിക്കുകയാണ്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാനും അതുപോലെ തന്നെ അശ്വിനി വൈഷ്ണവും ഒക്കെ എക്സിലൂടെ കുറിക്കുന്നത്, തദ്ദേശീയമായിട്ട് ടെക്നോളജിയുടെ വികസനം നടപ്പാക്കിയെങ്കിൽ മാത്രമേ രാജ്യത്തിൻ്റെ വികസനം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ വൻതോതിൽ ആളുകൾ ഇതെന്താണ് ആപ്ലിക്കേഷൻ, എന്തൊക്കെ പ്രയോജനം കിട്ടും. ഇപ്പോൾ സോഹോ വർക്ക്ഷീറ്റ് നൽകുന്നുണ്ട്, അതുപോലെ എക്സ്പെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നൽകുന്നുണ്ട്. ഈ തത്സമയ സംപ്രേഷണത്തിനിടയിൽ നേരിട്ടുള്ള ഇടപെടൽ നടത്തുന്നത് നേരിട്ട് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. ചാറ്റുണ്ട്. അതുപോലെ തന്നെ പുതിയ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ട് ചെറിയ കമ്പനികൾ മുതൽ വലിയ കോർപ്പറേഷൻ വരെ പ്രവർത്തിക്കാൻ ആവശ്യമായ സഹായം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി സേവനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ തന്നെ പലരും
പലരും കമൻറ്റുകളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ മൈക്രോസോഫ്റ്റിൻ്റെ ഉപയോഗത്തിന് വളരെയധികം എക്സ്പെൻസ് ഉണ്ട്. ആ എക്സ്പെൻസിനെ കുറയ്ക്കാനായിട്ട് ഇവർക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. നിലവിൽ ഈ പ്യൂമ പോലെയുള്ള നെറ്റ്ഫ്ലിക്സ്, അതുപോലെ തന്നെ സോണി, ആമസോൺ, ടയോട്ട തുടങ്ങിയ കമ്പനികളൊക്കെ തന്നെ ഇവരുമായിട്ട് ലിങ്ക് ചെയ്ത്, അല്ലെങ്കിൽ ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇവർ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ സോഹോയുടെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. അപ്പം ആദ്യഘട്ടത്തിൽ ഇപ്പം നമുക്കറിയാം മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ മെറ്റയൊക്കെ ഡെവലപ്പ് ചെയ്തത് കാലങ്ങളെടുത്താൽ വൻതോതിൽ പണം മുടക്കി ഗവേഷണം നടത്തിയിട്ടാണ് അവർ ഇന്നത്തെ സ്ഥിതിയിലേക്ക് എത്തിയത്. ഈ മൈക്രോസോഫ്റ്റിൻ്റെ അത് ഈ വിൻഡോസിൻ്റെ കാര്യം തന്നെ എടുക്കുക. ഇപ്പം നമ്മൾ ഗൂഗിൾ ആൻഡ്രോയിഡ് സംവിധാനങ്ങൾ, ഈ ആൻഡ്രോയിഡ് സംവിധാനം ഹ്യുവായി എന്ന് പറയുന്ന ചൈനീസ് ആപ്പിന് നിഷേധിച്ചപ്പോൾ അവർ ഓൺ ആപ്ലിക്കേഷൻ നിർമ്മിച്ചുകൊണ്ടാണ് ബദൽ ഒരുക്കിയത്. അപ്പോൾ ലോകം ഇന്ത്യയോട് ചോദിക്കുന്നത് ഇന്ന് വരെ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾക്ക് എന്ത് സാധിച്ചു എന്നാണ്. അതിലേക്കുള്ള കടന്നുവരവാണിത്. അപ്പോൾ നമ്മുടെ അരാട്ടെ എന്ന് പറയുന്ന വാട്സാപ്പിൻ്റെ ബദൽ അത് നമ്മൾ അവതരിപ്പിച്ചുകൊണ്ട് വാട്സാപ്പിൻ്റെ എല്ലാ ഫീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുകയാണ്. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ അരാട്ടെ എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും കാഷ്വൽ ടോക്ക് എന്നാണ്. അതായത് ചിറ്റ് ചാറ്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് തമിഴിൽ ഈ വാക്കിൻ്റെ അർത്ഥം. ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അത് സേഫ് ആയിരിക്കും, സെക്യൂർ ആയിരിക്കും, അതുപോലെ തന്നെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും, ഇക്കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പം ആളുകൾ ഇപ്പോൾ തന്നെ ഈ അരാട്ടെ ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ഈ വാട്സാപ്പിനെ പൂർണ്ണമായിട്ടും തള്ളുന്നില്ല. കാരണം ഇത് ഉപയോഗിച്ച് പതിയെ വേണം വരാനായിട്ട്. നമ്മളിത് 10 പേർക്ക് സജസ്റ്റ് ചെയ്യുന്നു, അവരൊരു 10 പേർക്ക് സജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വേണം നമ്മുടെ സ്വദേശി ആപ്പ് അല്ലെ സ്വദേശി വാട്സാപ്പ് ജനങ്ങളിലേക്ക് എത്താൻ. അപ്പം സെൻസിറ്റീവായ വ്യക്തിഗത വിവരങ്ങൾ, അതുപോലെ തന്നെ ബിസിനസ് വിവരങ്ങൾ, ഇതൊക്കെ ചോർന്നു പോകുന്നതിന് കൃത്യമായ തടയിടാൻ കഴിയുന്ന എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ മേഖലയിലേക്ക് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനുണ്ടെന്ന് അരാട്ടെ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ വാട്സാപ്പ് കൊലയാളിയെ US വളരെ ഭയത്തോടെ പേടിയോടെ ഉറ്റുനോക്കുന്നുണ്ട്. കാരണം ഈ രീതിയിൽ പോയാൽ ഗൂഗിളിനും മൈക്രോസോഫ്റ്റിനും വിൻഡോസിനുമൊക്കെ പകരക്കാരെ സോഹോ തന്നെ ഉണ്ടാക്കും. മാത്രമല്ല ഭാവിയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ആപ്ലിക്കേഷനായിട്ട് ഇത് മാറുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. കാരണം നോർത്ത് ഇന്ത്യയിൽ അത്രയും വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഇതിന് പൂർണ്ണമായിട്ടും പിന്തുണ നൽകുന്നുണ്ട്. അപ്പം മൈക്രോസോഫ്റ്റ്, മെറ്റ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളെ ഒറ്റയടിക്ക് നമുക്കിപ്പോൾ വെല്ലുവിളിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഇതാ വാട്സാപ്പിന് ബദൽ അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ സാന്നിധ്യം ഞങ്ങൾ അവതരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വാട്സാപ്പിനെ വെല്ലുവിളിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. എന്തായാലും കാഷ്വൽ ടോക്ക് എന്ന് അർത്ഥം വരുന്ന അരാട്ടെ സോഫ്റ്റ്വെയർ അല്ലെ അരാട്ടെ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചുകൊണ്ട് വാട്സാപ്പിനിട്ട് നമ്മൾ നല്ലൊരു പണി നൽകിയിരിക്കുന്നു. ലോകം ഈ വാർത്ത അറിഞ്ഞ് ഏതാണ്ട് ഞെട്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.